അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ, സെറ്റല്ലേ? അപ്പോൾ ഇന്ന് മാം വന്നിരിക്കുന്നത് അടുത്ത ടോപ്പിക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതായിരുന്നു? ഇൻറ്റിജേഴ്സിന്റെ അഡീഷൻ ആയിരുന്നു അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത ടോപ്പിക്കാണ്, ദാറ്റ് ഇസ് സബ്ട്രാക്ഷൻ. ഓക്കെ, നമ്മൾ ഇൻറ്റിജേഴ്സിന് സബ്ട്രാക്ഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഡിവിഷൻ വരുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് ഇനി സബ്ട്രാക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ രണ്ട് ഇൻറ്റിജേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്പോട്ടിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ എങ്ങനെയാ വരാ? നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാവേ. സപ്പോസ് 8 - 3 അല്ലേ? 8 - 3 ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഇൻറ്റിജേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ സിമ്പിൾസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ 8ന്റെ ലെഫ്റ്റ് സൈഡിൽ മൈനസ് ഒന്നും കൊടുത്തിട്ടില്ല, അപ്പം അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവാണ്. 3 ആണെങ്കിലും ഇവിടെ പോസിറ്റീവാണ്. ഈ മൈനസ് എന്ന് പറയുന്നത് എന്താണ്? ഈ മൈനസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ എന്നതിന്റെ സിമ്പിളാണ്, ഒരു ഓപ്പറേഷൻ സിമ്പിളാണ് ഈ മൈനസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതൊന്ന് മൈൻഡിൽ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് നോർമലി നമുക്കറിയാം 8 - 3 എത്രയാണ്? 5 ആണ്. നമ്മൾ ചെറുപ്പം മുതലേ അല്ലേ, ചൈൽഡ്ഹുഡ് മുതൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യമാണ്. 8 - 3 എത്ര? 5 ആണ്. സിമ്പിളാണ്. പക്ഷെ ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണ് വരിക? ഇങ്ങനെ ഒരു മൈനസ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഇവിടെ വലുതാക്കിയിട്ട് എഴുതി കാണിച്ചു കേട്ടോ. 8 - 3. അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8 - 3 നമ്മൾ ഇതിനെ പ്ലസ് ആക്കുക. ഓക്കെ, പ്ലസ് ആക്കിയതിന് ശേഷം നമ്മൾ 3നെ നമ്മൾ എന്താ ചെയ്യുന്നത്? 3യുടെ ഓപ്പോസിറ്റ് സിമ്പിൾ, ഇതിപ്പോൾ പോസിറ്റീവ് ആണല്ലോ അല്ലെ? ഇത് നമുക്ക് പോസിറ്റീവ് 3 ആണ്. ഇതിനെ നെഗറ്റീവ് ആക്കി കൊടുക്കുക, ഇൻവേഴ്സ് ചെയ്യുക. സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻവേഴ്സ് ചെയ്യുക കേട്ടോ. സിമ്പിൾ അല്ലേ? ശ്രദ്ധിക്കണേ, വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കണേ. അപ്പൊ ഇപ്പൊ എന്ത് വന്നു? 8 + - 3 ഗോ ബാക്ക് ടു അഡീഷൻ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, മാം നേരത്തെ പറഞ്ഞ പോലെ സബ്ട്രാക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അഡീഷൻ നമ്മൾ തെറാവാക്കണം. നമ്മൾ അഡീഷൻ തെറാവാക്കി വെച്ചാൽ, അഡീഷൻ്റെ 3 കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഈ 3 കേസ് നമ്മൾ തെറാവാക്കിയാൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ഷൻ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കേസ് വരുന്നത്? ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലേ? ശ്രദ്ധിക്കണേ, ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ആഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യാറുണ്ടായിരുന്നത്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ, ക്ലിയർ ആക്കൂട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 8 - 3 എത്രയാണ്? 5 ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിഗ്ഗർ നമ്പറിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? ബിഗ്ഗർ നമ്പറിന്റെ സിമ്പിൾ ഇടുക. അവിടെ ബിഗ്ഗർ നമ്പർ ഏതാ? 8 ആണ്. 8ന്റെ സിമ്പിൾ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് 5 ആണ് നമ്മുടെ ആൻസർ. ഇതാണ് ഇതിന്റെ ആക്ച്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി അടുത്തത് സപ്പോസ് 7 - -2. ഇവിടെ എന്ത് മനസ്സിലാക്കണം? നമുക്ക് 2ന് സെപ്പറേറ്റ് ഒരു മൈനസ് ഉണ്ട് അല്ലെ? ഇത് 7 പോസിറ്റീവ് ആണ്, 2 നെഗറ്റീവ് ആണ്. കൂടുതൽ സമയങ്ങൾ, അതായത് മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എഴുതുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ നോട്ടിലൊക്കെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കേസ് വരുമ്പോൾ രണ്ട് മൈനസ് ഒരുമിച്ച് വരുമ്പോൾ, അതായത് this minus stands for 2. Okay, this is for 2 and this is the operation minus. ഇത് രണ്ടിനെയും മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. എപ്പോഴും ഒരു ബ്രാക്കറ്റ് ഇടുന്നത് നല്ലതാണ് കേട്ടോ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ നല്ലതാണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണാം, ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ 7 - -2. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഓപ്പറേഷൻ മൈനസിനെ നമ്മൾ പ്ലസ് ആക്കുക. നമ്മളിവിടെ ഇൻവേഴ്സ് ആണല്ലോ അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ മൈനസിനെ നമ്മൾ ഇൻവേഴ്സ് ചെയ്യാണ്, അഡീഷനിലേക്ക് ഇൻവേഴ്സ് ആക്കുകയാണ്. മൈനസിനെ നമ്മൾ പ്ലസ് ആക്കി. ഇതെന്താണ്? ഇത് -2 ആണ് അല്ലേ? അപ്പൊ ഇതിനെയും നമ്മൾ ഇൻവേഴ്സ് ചെയ്യണം, ഇതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആക്കണം, പ്ലസ് ആക്കണം. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? 7 + 2 രണ്ടും പോസിറ്റീവാ. 7 + 2 എത്രയാണ്? 9 ആണ്. പോസിറ്റീവ് 9. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ കുട്ടികളെ? സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ചെയ്തോ. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കോട്ടൊന്ന് റീക്യാപ്പ് അടിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഒന്ന് ബാക്കോട്ട് പോയിട്ട് മാം ഫസ്റ്റ് മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോൾ ക്ലിയർ ആവും, കൺഫ്യൂസ് ആവാൻ ഒന്നും ഇല്ല കേട്ടോ. സിമ്പിളാണ് ഇത്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ഒരു എക്സാമ്പിൾ പറയാം? ഇത്രയായിരിക്കും പറയാം. ഓക്കെ, -6 - -4. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കും? ഇത് 3ാമത്തെ കേസാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 പോസിറ്റീവ് ആണ്. ഇവിടെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ്. ഇവിടെ 2 നെഗറ്റീവ്. -6ഉം നെഗറ്റീവ് ആണ്, -4ഉം നെഗറ്റീവ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ
ഇതിനെ പ്ലസ് ആക്കുക. ഇതിനെ പ്ലസ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? റൈറ്റ് സൈഡിലെ നമ്പർ ഏതാ? 4 ആണ്. ഈ 4ഉം ഇൻവേഴ്സ് ആവണം. ഇതും പ്ലസ് ആവും. ഇപ്പൊ നമുക്ക് ഇതെങ്ങനെ കാണാം? -6 പ്ലസ് 4 അല്ലേ? ഇവിടെ ഒരു നമ്പർ ഒരു ഇൻറ്റിജർ നെഗറ്റീവ് ആണ്, മറ്റു ഇൻറ്റിജർ പോസിറ്റീവ് ആണ് അല്ലേ? നമുക്ക് 6 ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏതാ ഇൻവേഴ്സ് ആക്കേണ്ടത്? നമ്മുടെ മൈനസ് സബ്ട്രാക്ഷൻ സിമ്പിൾ ഉണ്ടല്ലോ, ആ സിമ്പിളിന്റെ റൈറ്റ് സൈഡിലെ നമ്പർ മാത്രമേ നമുക്ക് സിമ്പിൾ മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണേ, 6 ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, 4 മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ആഡ് ചെയ്യാനാണ് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ? എങ്ങനെയാ നമ്മൾ ചെയ്യുക? അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്മൾ ആഡ് ചെയ്യാൻ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത്? നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ആൻസർ കിട്ടാം. 6 - 4 നമുക്ക് 2 കിട്ടും. വലിയ നമ്പറിന്റെ സിമ്പിൾ, ബിഗ് നമ്പറിന്റെ സിമ്പിൾ ഏതാ? 6 ആണ് ബിഗ് ഇൻറ്റിജർ. -2 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ മൂന്ന് സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഏതൊക്കെയാ? ഒന്ന് പോസിറ്റീവ് അല്ലേ? ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ്, ഒന്ന് മറ്റേത് നെഗറ്റീവ്. ഈ 3 രീതിയിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ സിമ്പിൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഇൻവേഴ്സ് ആക്കുക. റൈറ്റ് സൈഡിലെ നമ്പർ സിമ്പിൾ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ഇൻവേഴ്സ് ആക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാവേ. നമുക്ക് മാത്സിലുണ്ടല്ലോ, പ്രത്യേകിച്ച് നമുക്ക് ഇൻറ്റിജേഴ്സിന്റെ ഒക്കെ കേസിൽ ഇത് നമുക്ക് ഏറ്റവും ബേസ് ആണ് കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് 8th സ്റ്റാൻഡേർഡിൽ വരുന്ന നമ്മുടെ ടോപ്പിക്സിൽ വരുന്നത് ഇൻറ്റിജേഴ്സിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് മനസ്സിലായാലും നമുക്ക് മുന്നോട്ടുള്ള അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ ക്ലിയർ ആക്കി പോകേണ്ട കാര്യമാണ്. എൻ്റെ അടുത്തത് നമ്മൾ ഏതാ പറയാ? -2 - 8. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യാ? ഒന്ന് ആലോചിച്ച് ഒന്ന് കമന്റ് ചെയ്ത് പെട്ടെന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. -8. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ പോസിറ്റീവ് ആക്കണം. അതോടൊപ്പം നമ്മൾ -8 എന്നാക്കണം. 8 നമ്മൾ ഇൻവേഴ്സ് ആക്കണം. പോസിറ്റീവ് 8 ആയിരുന്നത് ഇപ്പൊ നമ്മൾ -8 ആക്കണം. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഇപ്പൊ എന്ത് പറ്റി? 2 നെഗറ്റീവ് നമ്പേഴ്സിന് ആഡ് ചെയ്യാൻ വന്നു അല്ലേ? 2 നെഗറ്റീവ് നമ്പേഴ്സിന് ആഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? ആഡ് ചെയ്യാ, എന്നിട്ട് മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. -10. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കാം. -11 - 7. ഓക്കെ, -11 - 7 നമ്മൾ എന്താ ചെയ്യേണ്ടത്? -7 ആയിക്കോട്ടെ. എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പ്ലസ് ആക്കുക, ഇവിടെയും നമ്മൾ പ്ലസ് ആക്കുക. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യാൻ വന്നു അല്ലേ? 11 - 7 എത്രയാ വരിക? പറഞ്ഞേ. 11 - 7 നമുക്ക് 4 വരും. വലിയ നമ്പറിന്റെ സിമ്പിൾ ഏതാ? ഇവിടെ വലിയ നമ്പർ ഏതാ വരുന്നത്? 11 ആണ് ബിഗ് നമ്പർ അല്ലേ? ബിഗ് നമ്പർ 11 ആണ്. 11ന്റെ സിമ്പിൾ ഈസ് -4. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ കുട്ടികളെ, സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 21 - 14. ഓക്കെ, നമ്മൾ എന്താ ഇവിടെ ചെയ്യാ? ഇത് നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈനസിനെ പ്ലസ് ആക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ 14 നമ്മൾ പ്ലസ് ആക്കുക. 21 + 14 എത്രയാ വരിക? 21 + 14 എത്രയാ വരിക? 35 ആണ് നമുക്ക് ആൻസർ വരുന്നത്. പോസിറ്റീവ് 35. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ സബ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സിൽ സബ്ട്രാക്ഷൻ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. സിമ്പിൾ ആണ്. നമ്മൾ എങ്ങനെ വന്നാലും എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പം മാം ഇപ്പോൾ ചെയ്ത് കാണിച്ചു തന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ബാക്കോട്ട് പോയിട്ട് 2 3 തവണ 2 3 ടൈംസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലാവും കേട്ടോ. അത് അത്രയ്ക്ക് സിമ്പിളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ ആണെങ്കിൽ പോലും ഏറ്റവും ബേസിക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മാം ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ കുട്ടികളെ?